Guru
Daddy, please come. ബഹുമാനപ്പെട്ട മുളമലാലച്ചൻ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഫിലിപ്പ് ലിജി പ്രിയ നാനായ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് 25 വർഷം ആഘോഷിക്കുന്ന ഫിലിപ്പിനും ലിജിക്കും എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ രണ്ടാളോട് ചോദിക്കുവാനുള്ള ചോദ്യം ഇതാണ്: എങ്ങനെ നിങ്ങൾ ഈ 25 വർഷം കഴിച്ചുകൂട്ടി, അല്ലെങ്കിൽ എങ്ങനെ ചിലവാക്കി? അപ്പോ ഇതിന് ഉത്തരം രണ്ടു പറയാം. ഇതിനെ പ്രസിദ്ധനായ ഐൻസ്റ്റൈൻ പറഞ്ഞിരുന്ന റിലേറ്റിവിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു വാക്ക് കടമെടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളായാൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ 25 വർഷങ്ങളാണ്ട് ഒരു നിമിഷം പോലെ കടന്നുപോയോ, അതോ ഒരു നൂറ്റാണ്ടായിട്ട് ഇയാളെ സഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ സഹിക്കുന്നു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും കുട്ടികളെ പോലെ അല്ലെങ്കിൽ കൊക്കുരുട്ടി അല്ലെങ്കിൽ സ്നേഹത്തോടെ കഴിയുന്ന നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ തീർച്ചയായിട്ടും ഉത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി കാണുമ്പോൾ പഴയ ഒരു ഫിസിക്സുകാരനായ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അതിന് ഉത്തരം എന്താണെന്നുള്ളത്. ഈ അവസരത്തിൽ ഞാൻ ഇത്തിരി പുറകോട്ട് പോവുകയാണ്. ഒരു 10-25 വർഷം പുറകിലേക്ക് ആദ്യമായിട്ട് ഫിലിപ്പിനെ ഞാൻ കാണുന്നത് അപ്പായി വീട്ടിലേക്ക്, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ വീട്ടിലേക്ക് കയറി വരുന്ന ഫിലിപ്പിനെയും ലിജിയുമാണ് വിരുന്നിനായിട്ട് ആദ്യം വരുന്നത്. ഇന്നലെ പോലെയാണ് മനസ്സിലേക്ക് വരുന്നത്. പിന്നെ വീണ്ടും ഇത്തിരി കൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞമ്മയാണ് അച്ചാമ്മ കുഞ്ഞമ്മ. ഫാദറിന്റെ പെങ്ങളാണ്. വളരെ സ്നേഹവും ഞങ്ങളെല്ലാം വളരെ കാര്യമായിട്ടുള്ള കുഞ്ഞമ്മയാണ്. ആ കുഞ്ഞമ്മയുടെ കൈപിടിച്ച് വരുന്ന 2 കുട്ടി കുറുമ്പികളുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ഞങ്ങൾ വിളിക്കുന്ന ലില്ലി കുട്ടിയും നിങ്ങൾ വിളിക്കുന്ന ലില്ലിയുമാണ്. മറ്റൊരാൾ സിസ്റ്റർ സാലിയാണ്. ഇപ്പോൾ അന്ന് ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് മറിച്ചു വെക്കുന്നതിന് വലിയ താമസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അതിനോട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാമ്മയെ നീ വിഷമിക്കണ്ട, ഇത് പ്രായമായി കഴിയുമ്പോൾ ഇതെല്ലാം മാറിക്കോളും, സ്വഭാവം മാറിക്കോളും. അപ്പൊ ഞാൻ തലമുറയ്ക്ക് ഉവ്വ എന്നുള്ള രീതിയിൽ തലമുറയ്ക്കും. അപ്പൊ അതിനടുത്ത് ഒരു ഭാര്യ വീണ്ടും വെച്ചു, ഇന്ന് നാം വിചാരിക്കാനാണെങ്കിൽ അവരെ സൂക്ഷിച്ചോളം പ്രായമാവുമ്പോൾ എന്ന് ഒരു ചെറിയ ഡയലോഗ്. ഏതായാലും ഋതുക്കൾ മാറി, ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളുമായി ഇവർ രണ്ടുപേരും ലില്ലിക്കുട്ടിയും സാരിയും 2 വ്യത്യസ്തങ്ങളായ, അത് വളരെ വ്യത്യസ്തമായൊരു പേഴ്സണാലിറ്റികളായി, അതായത് ഒപ്പോഴിൽ നിന്നും ഒരു ചിത്രശലഭം ഇറങ്ങി വരുന്ന പോലെ വ്യത്യസ്തമായ ഒരു വ്യക്തികളായി മാറി വളരെ വിജയവും സന്തോഷവുമുള്ള അല്ലെങ്കിൽ സ്നേഹം മാത്രം നൽകുന്ന വ്യക്തികളായി സാരിയും ലില്ലിയും മാറി എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ വിവാഹത്തെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടൊരു കാര്യമുണ്ട്. ഒരു എവല്യൂഷൻ തിയറി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് വിവാഹത്തിന്റെ ആദ്യത്തെ മാസം ഭർത്താവ് സംസാരിക്കും, ഭാര്യ കേൾക്കും. 2ാമത്തെ മാസം ഭാര്യ സംസാരിക്കും, ഭർത്താവ് കേൾക്കും. 3ാമത്തെ മാസം ഭാര്യയും ഭർത്താവും സംസാരിക്കും, നാട്ടുകാർ മുഴുവൻ കേൾക്കും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഫിലിപ്പിന്റെയും ലിജിയുടെയും കാര്യത്തിൽ അത് ആ അവസ്ഥ ഉണ്ടായില്ല. അതിന് കാരണമുണ്ട്. അടുത്ത മാസം ലിജി നേരെ അമേരിക്കയിലേക്ക് പോകുന്നു. അത് തിരിച്ചു പറയാനുള്ള അവസരം ഒന്നും കിട്ടിയില്ല. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ സാഹിബ് വാങ്ങുമ്പോഴേക്ക് അവർ കേൾക്കിയത്, അതുകൊണ്ടൊന്നും പറയാനും സാധിച്ചില്ല. അതുകൊണ്ട് ഒരു വലിയ തെറ്റ്, വലിയ കുഴപ്പം ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. ആർക്കെങ്കിലും പറയാമോ?